നമസ്കാരം. ടി.ജി. മോഹൻദാസ് നടത്തിയ പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ജന്തർ മന്ദറിൽ സമരം നടത്തിയ യുവാക്കൾ താനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ അവരെ വെടിവെച്ചു കൊല്ലുമായിരുന്നു. പിന്നെ മറ്റൊന്ന്, അവിടെ പ്രതിഷേധത്തിനാണെങ്കിൽ സമരത്തിന് വന്ന വിദ്യാർത്ഥിനികളിൽ ചിലർ, അതായത് സ്ത്രീകളിൽ ചിലർക്ക് ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹമുള്ളവരാണത്രേ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥിനികളും അവിടെ പങ്കെടുത്തിരുന്നു. മൂന്നാമത് നടത്തിയത്, അതായത് നെഞ്ചും സമീപ പ്രദേശങ്ങളുമൊക്കെ പ്രകടമാക്കിക്കൊണ്ടുള്ള വേഷധാരണ രീതിയെക്കുറിച്ചും അദ്ദേഹം പ്രസ്താവന നടത്തി. ഇങ്ങനെ ഉള്ള എവളുമാരുടെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനുമൊക്കെ ആളില്ലേ എന്ന രീതിയിലൊക്കെ. പ്രത്യക്ഷത്തിൽ എല്ലാ രീതിയിലും വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രതിഷേധാർഹമായിട്ടുള്ള, അല്ലെങ്കിൽ വിമർശിക്കപ്പെടേണ്ട, എതിർക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിനെ തുടർന്ന് കേരളത്തിൽ വലിയൊരു കൊള്ളിളക്കമുണ്ടായി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണെങ്കിൽ മോഹൻദാസിനെ അപ്പോഴെങ്ങാണ് അവരുടെ ഈ പ്രതിഷേധക്കാരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നെന്ന് പോലും നമുക്ക് സംശയമാവുന്ന രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടത്തിയത്. അവിടെ പോലീസുമായിട്ടൊക്കെ അവർ നടത്തിയ മൽപ്പിടുത്തമൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ KSUവിൻ്റെ വിദ്യാർത്ഥികൾ, ഏതാനും ചില വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക രീതിയിലുള്ള സമരം നടത്തിയത്. അതായത് ഒരു ഗാന്ധി മാർഗ സമരം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് ചിരി തോന്നുന്ന രീതിയിൽ തലയ്ക്ക് പാകം, അല്ലെങ്കിൽ തലയ്ക്ക് പാകമല്ലാത്ത രീതിയിലുള്ള തൊപ്പിയൊക്കെ എടുത്ത് തലയുടെ മുകളിൽ വെച്ചിട്ടൊക്കെ വായുവൊക്കെ മൂടിക്കെട്ടി അതിൻ്റെ മുമ്പിൽ നിശബ്ദമായിട്ടിരുന്ന് ഒരു പ്രക്ഷോഭമാണ് അവർ നടത്തിയത്. പിന്നീട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ നേതാക്കളും അതേപോലെ തന്നെ ആക്ടിവിസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഈ ടി.ജി. മോഹൻദാസിനെതിരെയുള്ള ഈ പ്രതികരണങ്ങൾ കൊണ്ട് നിറഞ്ഞു. എല്ലാ പ്രതികരണങ്ങളിലും ഉണ്ടായിരുന്നത് ഒരേ സ്വരമാണ്. അതായത് ഈ മോഹൻദാസിനെതിരെ കർശനമായ നടപടിയെടുക്കണം, അദ്ദേഹത്തെ ജയിലിലടയ്ക്കണം, ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നമ്മുടെ സമൂഹത്തിൽ നടത്താൻ പാടില്ല, കലാപത്തിന് ആഹ്വാനം നടത്തിയിരിക്കുകയാണ് തുടങ്ങിയ രീതിയിലുള്ള. ഇതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ജൂലൈ 29-ാം തീയതി തിരുവനന്തപുരം സിറ്റി പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതായത് കലാപാഹ്വാനത്തിനും അധിക്ഷേപത്തിനും എതിരെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടായാലും ഇതുവരെ മോഹൻദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതാണ്ട് മലയാളി ഈ സംഗതി മുഴുവനായിട്ട് മറന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു മലയാളിക്ക് ഒരു പൊതു സ്വഭാവം പോലെയാണ്, ഒന്നുകിൽ ഒരു വിഭാഗത്തിന് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരി കിട്ടിയേ പറ്റൂ. അത് ഉപയോഗിക്കാത്തവർക്ക് ഇടയ്ക്കിടയ്ക്ക് കിക്ക് കിട്ടത്തക്ക രീതിയിൽ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു വിഷയം ലഭ്യമാകണം. അത് ലഭ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തിട്ട് ഒരു 24 മണിക്കൂറോ, അതല്ലെങ്കിൽ ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 48 മണിക്കൂറോ അതിൻ്റെ പുറത്ത് കസർത്ത് നടത്തിക്കൊണ്ട് ഒരു കുലുക്കി സർബത്ത് കഴിച്ച ഒരു സംതൃപ്തിയിൽ അതവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ കേരളത്തിലെ ഈ മോഹൻദാസിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം വന്ന പ്രസ്താവനകളിലേക്കൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പൊതു സ്വഭാവം, മോഹൻദാസിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളുടെ എല്ലാം സ്വഭാവം അല്ലെങ്കിൽ രീതി ഒരേ രീതിയിലാണ്. അതായത് മലയാളി ഒരേ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഒരേ രീതിയിൽ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയല്ല, റിയാക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിയാക്ഷനും റെസ്പോൺസും തമ്മിൽ വ്യത്യാസമുണ്ട്. റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെയ്തിരുന്ന ഒരു സംഗതി റീആക്ട് ചെയ്യുകയാണ്. പണ്ട് ഇതുപോലെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കുക, അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വാശി വിടുക, കേസ് രജിസ്റ്റർ ചെയ്യുക, ജയിലിലടയ്ക്കുക, അതോടെ സംതൃപ്തമായി. എന്നാൽ മറിച്ചൊരു രീതിയിൽ ഒരു പ്രസ്താവന എന്തു തന്നെ ആയിക്കോട്ടെ, വേറൊരു രീതിയിൽ ഒരു വിഷയത്തെ കാണുക എന്നൊരു സമീപനം മലയാളിക്ക് ഇല്ലാണ്ടായിരിക്കുന്നു. ഇത് ഒരു ജീർണിച്ച അല്ലെങ്കിൽ മരവിച്ച ഒരു മനസ്സിൻ്റെ ലക്ഷണമാണ്. ഒരു മരവിച്ച ഒരു സമൂഹത്തിൻ്റെ മനസ്സിൻ്റെ ലക്ഷണമാണ്. ഒരേ രീതിയിൽ ഇതിനെ കാണുന്നു. മോഹൻദാസിൻ്റെ പ്രസ്താവനയുടെ അടിസ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയലൻസാണ്. അപ്പം ഹിംസയാണ്, അക്രമോത്സുകതയാണ് അദ്ദേഹത്തിൻ്റെ ആ സമീപനത്തിലൂടെ പ്രകടമായത്. അദ്ദേഹത്തിൻ്റെ സമീപനത്തിനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ട്, അപലപിച്ചുകൊണ്ട്, പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളവരുടെ
സമീപനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിലും നാം കാണുന്നത് വയലൻസാണ്. അതായത് മോഹൻദാസിനെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യത്തിൻ്റെ പിന്നിൽ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകടമാകുന്ന വികാരം എന്ന് പറയുന്നത് ഒരു പ്രതികാരത്തിൻ്റെ ദാഹമാണ്. ഇതെല്ലാവരിലും ഒരേപോലെ കാണുന്നുള്ളതാണ്. ഈ ഒരു സ്വഭാവം മലയാളി സമൂഹത്തിൽ വളരെയധികം വ്യാപകമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതികളെയും കൊണ്ട് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പോലീസിന് എത്ര സന്നാഹമുണ്ടെങ്കിൽ പോലും തെളിവെടുപ്പിനായി കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. കാരണം അവിടെ ജനങ്ങളുടെ ഒരു ധാർമ്മിക രോഷം ഉണരുകയും ജനങ്ങളെല്ലാം ഒത്തുകൂടുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഈ പ്രതികളെ അപ്പോൾ തന്നെ ശിക്ഷ കൊടുക്കത്തക്ക രീതിയിൽ അവരെ ഉപദ്രവിക്കാനും കല്ലെറിയാനും അട്ടിക്കാനും ഒക്കെയുള്ള വ്യഗ്രത കാണിക്കുന്നത് ഈ സോഷ്യൽ വയലൻസിന്റെ സാമൂഹികമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഹിംസാത്മകതയുടെ പ്രകടനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ നമ്മൾ പല രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം മോഹൻദാസിന്റെ പ്രസ്താവനയെ പല രീതിയിൽ നമ്മൾ കാണുമ്പോൾ ആദ്യമായിട്ട് ഇതിനെ നമ്മൾ വിശകലനം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇത് ഒരു ആൺ ചിന്തയുടെ പ്രതിഫലനമാണ്. കാരണം ആൺ ചിന്തകൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വളരെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൂടെ അത് കാണേണ്ടിയിരിക്കുന്നു. കാര്യം ഈ ആണുങ്ങളുടെ ഈ പുരാതന DNA പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നത് ഈ വേട്ടയാടലിൻ്റെയും ഇരതേടലിൻ്റെയും ഒക്കെ ഉള്ള ജീനുകളാണ്. അത് സ്വാഭാവികമായിട്ടും ആണെങ്കിൽ അതൊരു തുടർച്ചയായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവിടെ ഒരു മൃഗത്തിനെയോ മറ്റേതെങ്കിലും ഒരു പക്ഷിയോ കണ്ടതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിനെ കൊല്ലാതെ അല്ലെങ്കിൽ അതിനെ കിട്ടാതെ രക്ഷയില്ല എന്നുള്ളൊരു സമീപനം. അപ്പോൾ അവിടെ കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് ഒരു സംതൃപ്തമാകുന്നത്. ഇന്ന് പറഞ്ഞതുപോലെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആദ്യം എന്താണ് വിഷയം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കാതെ തന്നെ മറിച്ച് പരിഹാരത്തിലേക്ക് ചാടുന്ന സൊല്യൂഷനിലേക്ക് ചാടുന്ന ഒരു സ്വഭാവം പൊതുവിൽ ഈ ഒരു പുരാതന കോശസ്മൃതി അല്ലെങ്കിൽ ആ DNA ഭാഗമായിട്ട് ആണുങ്ങളിൽ പ്രകടമാണ്. ഇതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് ഓരോ ആണിൻ്റെയും ഏറ്റവും വലിയ ജീവിതത്തിലെ വെല്ലുവിളി. അവിടെയാണ് ഒരു ആണിലെ ഹിംസ പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന സംഗതി ഈ പ്രസ്താവന വന്നതിൻ്റെ ഉടനെ തന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അവർ വളരെ കർശനമായിട്ട് ഒരു വളരെ പ്രതിഷേധകരമായ പ്രസ്താവന നടത്തുകയും മോഹൻദാസിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് ജയിലിൽ അടയ്ക്കുകയും വേണമെന്ന് ഷാനിമോൾ ഉസ്മാൻ പോലും ആവശ്യപ്പെടുന്നു. അതായത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സ്ത്രീകളും ഇവിടുത്തെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ട് സാംസ്കാരിക സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങളെ പോലെ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. അതായത് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ പരിഹാരം ആദ്യമേ ഒരു വിഷയം കാണുമ്പോൾ പരിഹാരത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് വിഷയം എന്താണെന്ന് നാം തിരിച്ചറിയാതെ പോകുന്നു. അവിടെയാണ് ഈ മോഹൻദാസിൻ്റെ ഈ പ്രസ്താവന ഈ ആൺ ചിന്തയുടെ ഒരു ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയുക. ഇത് മലയാളി സമൂഹത്തിനെ മുഴുവൻ സ്വാധീനിച്ചിരിക്കുന്നു, കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഓരോ മലയാളിയിലും ഈ ഹിംസാത്മകത വയലൻസ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. ഇത് വ്യക്തിബന്ധങ്ങളെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കുടുംബത്തിനുള്ളിൽ ഭാര്യയും ഭർത്താവാണെങ്കിലും രക്ഷകർത്താക്കളും മക്കളുമാണെങ്കിലും സഹോദരങ്ങൾ പരസ്പരമാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിലും വാഹനം ഓടിക്കുന്നവർ തമ്മിലാണെങ്കിലും നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പലതവണ ഇതൊരു പക്ഷേ റോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഈ റോഡ് റേജ് എന്ന രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. എന്തെങ്കിലും രീതിയിൽ ഒരു ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പോരായ്മയുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അസൗകര്യമാകുന്ന രീതിയിൽ വാഹനം ഓടിക്കപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മുഖഭാവവും അതേപോലെ കൈകളിലുള്ള കഥകളി മുദ്രയൊക്കെ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു റോഡ് റേജിൻ്റെ ഭാഗമായിട്ടാണ്. രണ്ടുപേരും തമ്മിലൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പോലും മുറിവുകളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം ചാടി എഴുന്നേറ്റ് ഈ അപകടങ്ങൾ എഴുന്നേക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ മറ്റേ
അപരനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആ ഒരു രീതിയാണ് കാണുന്നത്. ഇതെല്ലാം ഈ വയലൻസിൻ്റെ അല്ലെങ്കിൽ ഹിംസാത്മകതയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. ഹിംസാത്മകത ഒരു സമൂഹത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയധികം ആ സമൂഹം സാംസ്കാരികമായി വളരെ പിന്നിലേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ സാംസ്കാരികമായിട്ട് പിന്നിലേക്ക് പോകുന്നതിൻ്റെ വാർത്തകളാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക് വയലൻസ്, അതല്ലെങ്കിൽ ഈ ഗാർഹിക പീഡനങ്ങളുടെ രൂപത്തിൽ നമ്മൾ കാണുന്നതും, അതേപോലെ തന്നെ അമ്മ മകനെ തലക്കടിച്ചു കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, അച്ഛൻ മകനെ തീയിട്ട് കൊല്ലുന്നു, തിരിച്ചും സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കുത്തിക്കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു. ഇത്തരം വാർത്തകളെല്ലാം നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നതിൻ്റെ കാരണം ഈ ഒരു ഹിംസാത്മകതയാണ്. ഈ ഹിംസാത്മകതയാണ് യഥാർത്ഥത്തിൽ TG മോഹൻദാസിലൂടെയും പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ മോഹൻദാസ് അത് കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ മലയാളിയുടെയും ആൺ പെൺ ഭേദമന്യേ ഒരു പ്രതിനിധിയായി അവിടെ മാറുകയാണ്. അങ്ങനെ മാറിയിട്ട് മോഹൻദാസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഒരു പ്രതിനിധിയാണ് മോഹൻദാസ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്ന് കണ്ടുകൊണ്ട് മോഹൻദാസിന്റെ പ്രസ്താവനയിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുക നമ്മളിൽ ഓരോരുത്തരിലുമുള്ള നമ്മളുടെ സ്വഭാവത്തിലേക്ക് നമ്മളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാക്കി അതിനെ നമുക്ക് പരിവർത്തനപ്പെടുത്താൻ നമുക്ക് സാധ്യമാകും. അവിടെയാണ് ഈ റിയാക്ഷനിൽ നിന്ന് മാറി റെസ്പോൺസിലേക്ക് വരിക, പ്രതികരണത്തിലേക്ക് വരിക. നമ്മൾ പലപ്പോഴും റിയാക്ഷനെയാണ്, അതായത് പണ്ട് നടന്നതിനെ വീണ്ടും അതേപടി ആവർത്തിക്കുക, അതാണ് റിയാക്ഷൻ. പക്ഷെ പണ്ട് നടന്ന സംഭവമല്ല ഓരോ നിമിഷം കഴിയുമ്പോഴും ഉണ്ടാകുന്നത്. പുതിയ പുതിയ നിമിഷങ്ങളിൽ ഉണ്ടാകുന്നത് പുതിയ പുതിയ സംഭവങ്ങളാണ്. അവിടെയാണ് പ്രതികരണം വേണ്ടത്. ആ പ്രതികരണം സംഭവിക്കുമ്പോഴാണ് സർഗാത്മകത ഉണ്ടാകുന്നത്. സർഗാത്മകത ഉണ്ടാകുന്ന ഒരു സമൂഹമാണ് എപ്പോഴും സാംസ്കാരികമായി മുന്നേറുന്നത്. സർഗാത്മകത മുമ്പിൽ നിൽക്കുമ്പോൾ ഹിംസാത്മകത പിന്നിലേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിലൊരു സമീപനത്തിലേക്ക് കേരളം മാറേണ്ട അടിയന്തര ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്.